നിർത്ത് നിർത്ത് നിർത്ത്. അയ്യോ, എന്താ ഇത്? കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഏതോ ഒരു തെണ്ടി കുമ്മായത്തി വീണ പോലെ ഉണ്ട്. തെണ്ടികളുമായിട്ട് ഇടപെടുന്നത് തനിക്ക് അങ്ങനെ തോന്നുന്നു. ശരിയാ, ഇപ്പൊ തെണ്ടികളുമായിട്ടാണല്ലോ ഞാൻ ഇടപെടുന്നത്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് കേട്ടിട്ടുണ്ടോ? ലൂയി പാസ്റ്റർ എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങേര് കണ്ടുപിടിച്ച ഒരു പൊടി കൊണ്ട് നിർമ്മിച്ചതാണ് ഈ പ്രതിമ. ഞങ്ങളിത് പാരീസിൽ നിന്ന് കൊണ്ടുവന്നാ. ചുമ്മാവല്ലോ. ഈ ചക്കട ഓട്ടോറിക്ഷ സംസാരിച്ച സമയം കളയാതെ അകത്തേക്ക് വെക്കാൻ നോക്ക് ചാണ്ടി ചേട്ടാ. പ്രതിമ കയറ്റി വെക്കാൻ എന്താ മ്യൂസിയോ? അധികം സംസാരിച്ചാ മീശ കാണില്ല. വണ്ടി എടുത്തോ. ഇറങ്ങാം. നോക്കി നോക്കി എന്താ നിക്കുന്നേ? ചുമന്നോട്ട് പോകുന്നു ചോദിച്ചു. നടക്കടാ. നടക്ക് നോക്ക്. പടി പടി. ചുമന്ന് കയറ്റാൻ പറ്റത്തില്ല, തനിയെ കയറണം. നമുക്ക് പിന്നെ പൊക്കിയാലോ? ഒച്ച വേണ്ട. ആരെങ്കിലും വരുന്നുണ്ടോ നോക്ക്. ആരോ വരുന്നുണ്ട്. ഇതെന്താ ചാണ്ടി ചേട്ടാ പ്രതിമ കച്ചവടോ? എന്തെങ്കിലും ചെയ്ത് ജീവിക്കണ്ടായോ? ഉണ്ടായിരുന്ന കച്ചവടം കൊണ്ട് ഒരു പ്രയോജനമില്ല. ഓ, ഞങ്ങൾ തരാനുള്ള പറ്റുദ്ദേശിച്ചായിരിക്കും. പറ്റോ? ഇതിലും മേലെ ഇനി എന്നാ പറ്റാനാ? മാറ്റി വെക്ക. ഞങ്ങൾ ഇതിലെ പൊക്കോളാം. പിന്നെ കാണാൻ പ്രതിമ. മാന്തിയത് മതി. എന്താടാ ഇത്? മായ പറഞ്ഞിട്ടുണ്ടെന്നാ. ആണോ? എന്നാലേ അവളുടെ മുത്തശ്ശനായ ഞാനാ പറയുന്നത് ഇത് എടുത്തിട്ട് പോകാൻ. ഇളവൻ നമുക്ക് പാരയാവുന്ന തോന്നുന്നത്. ഞങ്ങൾ അകത്തേക്ക് വരാം. പറയട്ടെ? ഒന്നും പറയണ്ട, ഇതിവിടെ വേണ്ട. ആര് പറഞ്ഞത് നേരത്തേക്ക് തോന്നിയൊക്കെ കാണിക്കണം. എടുത്തിട്ട് പോ. പറയുമ്പോ കൊണ്ടുവരാനും കൊണ്ടുപോകാനും ഞങ്ങൾക്ക് സൗകര്യമില്ല. എന്താ എന്താ ഇവിടെ? ദേ, ബ്യൂട്ടിഫുൾ. മഹി പറഞ്ഞപ്പോ ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. ഫാന്റാസ്റ്റിക്. എന്താ ഇത്? ഇതൊരു പ്രതിമ. അതെനിക്ക് മനസ്സിലായി. ഈ ആൾരൂപങ്ങൾ വീട്ടിൽ വെക്കാൻ കൊള്ളത്തില്ല, മുടിഞ്ഞു പോവും. എന്തായാലും കൊണ്ടുവന്നതല്ലേ, വല്ല അക്കാപ്പിച്ച കൊടുത്തു പറഞ്ഞു വിട്ടേരെ. മുത്തച്ഛൻ എന്തൊക്കെയായി പറയുന്നേ? ഇതിവിടെ വെക്കുന്നോണ്ട് എന്താ കുഴപ്പം? വിധിപ്രകാരം നിർമ്മിക്കാത്ത ആൾരൂപങ്ങൾ കുടുംബത്തിൽ വെച്ചാൽ അലഞ്ഞു നടക്കുന്ന പ്രേതങ്ങൾ അതിൽ കുടിയിരിക്കുന്ന പ്രമാണം. അത് ഈ കുടുംബത്തിന് തന്നെ ആപത്തായി തീരും. അതൊക്കെ മുത്തച്ഛന്റെ അന്ധവിശ്വാസങ്ങളാ. എന്ത് പറഞ്ഞാലും കൊള്ളാം, ഇത് ഈ വീട്ടിൽ വെക്കാൻ ഞാൻ സമ്മതിക്കില്ല. മായക്കുഞ്ഞ് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്ക്. ഈ മുത്തച്ഛനെ കൊണ്ട് ഞാൻ തോറ്റു. ഞാനും. നിങ്ങളൊരു കാര്യം ചെയ്യും, എന്റെ ബെഡ്റൂമിലേക്ക് വെച്ചോളൂ. അത് ശരിയാവില്ല. അതെന്താ? ഇതോടൊക്കെ ഞാൻ സമ്മതിക്കില്ല. നീ മുത്തച്ഛനാവുന്നോ ബ്ലഡി കൊളക്കല്ലേ? മായക്കുഞ്ഞ് പറഞ്ഞു കേട്ടില്ലേ? കയറ്റി വെക്കണ അകത്തേക്ക്. എന്ത് വേണേലും ആയിക്കോ. വിശ്വനാഥൻ വന്നോട്ടെ, കാണിച്ചു തരാം.